നോക്ക് നോക്ക്, ഇതെന്റെ പുതിയ സൈക്കിളാ. നല്ല രസമുണ്ട്. നിങ്ങളൊന്ന് എന്റെ സൈക്കിള് ഓടിക്കാൻ തരാമോ? എനിക്ക് തന്നെ കൊതിയായിട്ട് വയ്യ എന്റെ സൈക്കിൾ ഓടിക്കാന്. കുറച്ചു നേരം ഞാനൊന്ന് ഓടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴെങ്കിലും തരാട്ടോ. അമ്മമ്മേ, അമ്മമ്മേ, ഞങ്ങൾക്ക് വേണം സൈക്കിള്. അവളെടുത്തൊക്കെ ഉണ്ടല്ലോ. കുറേ സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഓട്ടാൻ കഴിയൂല. കുറച്ചു നേരം ഓട്ടി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിച്ചിരിക്കാലോ. എടി റോമ, അവളുടെ സൈക്കിൾ ഒന്ന് ഓടിക്കാൻ ചോദിച്ചു നോക്കടി. നിനക്കത് സൈക്കിൾ ഓടിക്കാൻ അറിയോ എന്ന് നോക്കാലോ. അവള് തരത്തുണ്ടാവില്ല അമ്മമ്മേ, എനിക്ക് പേടിയാ. ഒന്ന് ഇറങ്ങി പോയി ഒന്ന് ചോദിച്ചു നോക്കടി. നിന്നോടല്ലേ ഈ പറയുന്നേ. നിന്റെ സൈക്കിൾ ഒന്ന് എനിക്ക് ഓട്ടി നോക്കാൻ തരുവോ? അമ്മമ്മ ചോദിക്കാൻ പറഞ്ഞതാ, ഒന്ന് തരാവോ? എന്റെ സൈക്കിളിൽ തന്ന എന്റെ അമ്മ വഴക്ക് പറയും. ഇത് പുതിയതല്ലേ, നീ കേട് വരുത്തിയാലോ? എനിക്ക് പേടിയാ. അമ്മമ്മേ, അവളുടെ അമ്മ വഴക്ക് പറഞ്ഞാലോ എന്നൊക്കെയാ അവള് പറയുന്നേ. നീ ധൃതി വെക്കാതെടി കൊച്ചേ. സൈക്കിളൊക്കെ ഞാൻ റെഡിയാക്കി തരാം. നീ എന്നാ അവിടെ അടങ്ങ്. അമ്മമ്മേ, എനിക്കും കൊതിയാ സൈക്കിൾ ഓടിക്കാന്. എന്റെ കൊതിയൊക്കെ എന്തിനാടി എന്നോട് പറയുന്നേ? എന്റെ അടുത്തൊന്നും ക്യാഷില്ല. അവിടെ ഒരു ഭാഗത്ത് മിണ്ടാതിരി. ദേവാ, ദേവാ, എൽസ എവിടെ ദേവാ? അവളെ കണ്ടിട്ടില്ലല്ലോ. അവൾ എവിടെ പോയി? അമ്മമ്മ വരാൻ സമ്മതിച്ചില്ല. എൽസനോട് എന്നോട് വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും കേൾക്കാതെ അമ്മമ്മയുടെ കൂടെ ഓടിപ്പോന്നു. ഞാൻ ഒന്നുകൂടി അവളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. എനിക്ക് കൊതിയായിട്ട് വയ്യ. നീ പൊട്ടിക്കില്ലാന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ നിനക്ക് തരാം. അമ്മ കണ്ട എന്നെ വഴക്ക് പറയും. എനിക്ക് നീ പെട്ടെന്ന് തന്നെ തരണേ. ഞാൻ കേടാക്കില്ല. ഞാൻ ശ്രദ്ധിച്ചേ ഓട്ടൂ. മെല്ലെ മെല്ലെ ഓട്ടൂ. വീട്ടിലൊന്നുമില്ല. ഒന്ന് തരാമോ? എന്നാ എടുത്തോ. ശ്രദ്ധിച്ചോടിക്കണേ, വീട്ടിടരുതേ. എന്ത് നുണച്ചിക്കടാ. അമ്മ കണ്ട വഴക്ക് പറയോ എന്തോ പേടിയാവുന്നു. എനിക്ക് ഓടിക്കാൻ തന്നമ്മേ. ഞാൻ ഓടിക്കട്ടെ. ഒന്ന് പെട്ടെന്ന് ഓടിക്കടി. എത്ര നേരമായി നോക്കി നിൽക്കുന്നു ഞങ്ങളൊക്കെ.
സൈക്കിളിനൊന്നും പറ്റിയിട്ടില്ല കൊച്ചേ. അതൊന്ന് മറിഞ്ഞു വീണു എന്നേ ഉള്ളൂ. അത് അവൾ അവിടെ കൊണ്ടുവന്ന് തരും. നീ ഒന്ന് വായടച്ചു വെക്കൂ എൻ്റെ പൊന്നു കൊച്ചേ. നീ കരയല്ലേ? എന്റെ സൈക്കിൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ച് തരാം. ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. നിന്റെ സൈക്കിളിനെ നീ ഒന്ന് നോക്ക്. എന്നിട്ട് കരഞ്ഞു. അവള് കരയുന്നത് കേട്ടോ റോമ? സൈക്കിള് പൊട്ടിയെന്ന് പറഞ്ഞാ കരയുന്നേ. വെറുതെ നുണ പറയാ. സൈക്കിൾ ഒന്നും പറ്റിയിട്ടില്ല. എൻ്റെ റോമക്കുട്ടി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വീണ സമയത്ത് ആനിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഓടി വന്നത് ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ ദേവ. നീ എപ്പോഴും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന നിന്റെ ദേവ. അവളാണ് നിന്നെ വീണപ്പോൾ ഓടി നിന്റെ അടുത്തേക്ക് വന്നത്. കറുത്താലും വെളുത്താലും പണമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ സ്വഭാവമാണ് നന്നാക്കേണ്ടത്. അതെനിക്ക് മനസ്സിലായി അമ്മമ്മേ. എന്നെ ഇനി വഴക്ക് പറയരുത്. അതൊന്നും സാരമില്ല മുത്തശ്ശി. ഞങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ കിട്ടിയാ മതി. അത് ശരിയാണല്ലോ. ഇത്രയും ആളുകൾക്ക് ഒരു സൈക്കിളല്ലേ ഉള്ളൂ ഇവിടെ ഓടിക്കാൻ. അതാണെങ്കിൽ തൊടാൻ പറ്റാത്തതും. നമുക്ക് എല്ലാവർക്കും ഓടിക്കാൻ പറ്റിയ സൈക്കിൾ എവിടുന്നാ കിട്ടുക എന്ന് നമുക്കൊന്ന് അന്വേഷിച്ചാലോ? അന്വേഷിച്ചിട്ട് എല്ലാവർക്കും മുത്തശ്ശി സൈക്കിൾ